നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 235-ാമത്തെ എപ്പിസോഡാണിത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതാവായിരുന്ന ശ്രീ എസ് ശർമ്മയെക്കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. നൂറുകണക്കിന് പ്രതിഭകളെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ, എൻ്റെ ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിത്വമാണ് ശ്രീ എസ് ശർമ്മ. ശർമാജി എന്ന നാമത്തിലാണ് ലോകം മുഴുക്കെ അറിയപ്പെടുന്നത്. എൻ്റെ ചില കവിതകൾ യുക്രൈനിയൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത് പ്രസിദ്ധപ്പെടുത്താൻ വേണ്ട സഹായം ചെയ്തു തന്നതും, മോസ്കോയിൽ വെച്ച് മോസ്കോ റേഡിയോയിൽ എൻ്റെ ഒരു ഇൻ്റർവ്യൂ റെക്കോർഡ് ചെയ്ത് ടെലികാസ്റ്റ് ചെയ്തതും, ചെറിയാൻ ഫിലിപ്പ് എന്ന് പറയുന്ന നമ്മുടെ കേരളീയനെ നേരിൽ കാണാനും സംസാരിക്കാനും, അങ്ങനെ എൻ്റെ റഷ്യൻ യാത്രയിൽ എനിക്ക് വേണ്ട ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്ന വ്യക്തിത്വമാണ് അദ്ദേഹം. 1997 മൾബറി ബുക്സ് പബ്ലിഷ് ചെയ്ത റഷ്യയിലെ മഞ്ഞുതുള്ളികൾ എന്ന യാത്രാവിവരണത്തിന് ഞാൻ എഴുതിയ ശേഷം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. അതിൽ ചില തിരുത്തലുകളൊക്കെ വരുത്തി വളരെ ചുരുങ്ങിയ ചില വാക്കുകളിൽ അദ്ദേഹം അതിനൊരു കുറിപ്പ് എഴുതി തരികയുണ്ടായി. ഒരു മനുഷ്യൻ എത്ര കണ്ട് വളരണം, ഒരു മനുഷ്യന് എന്തൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും, നമ്മേക്കാൾ ഉപരി മറ്റുള്ളവർ വളരണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വലിയ വ്യക്തിത്വം. എൻ്റെ വിവാഹത്തിനൊക്കെ അദ്ദേഹം പങ്കെടുത്തിരുന്നു. സ്നേഹത്തിൻ്റെ പര്യായമായിരുന്നു അദ്ദേഹം. കളങ്കമില്ലാത്ത, നിഷ്കളങ്കമായ, സ്നേഹമുള്ള ഒരു വലിയ വ്യക്തിത്വം. ഈ ലോകത്തു നിന്നും വിട പറഞ്ഞെങ്കിലും എൻ്റെ ജീവിതകാലത്തിൽ എനിക്ക് മറക്കാൻ കഴിയാത്ത, ഒരു ദിവസം പോലും ഓർക്കാതിരിക്കാൻ കഴിയാത്ത ഒരു വലിയ പ്രതിഭ, അറിവിൻ്റെ ഉറവിടം, അറിവിൻ്റെ ജ്ഞാനവഴികൾ തേടിയ ഒരു വലിയ ഹൃദയമുള്ളൊരു മനുഷ്യൻ. അദ്ദേഹത്തെക്കുറിച്ചിട്ടാണ് ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. കാണുമല്ലോ, വിലയിരുത്തുമല്ലോ. ഇതെല്ലാം നിങ്ങൾ ആസ്വദിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതട്ടെ. ഇനിയും ഒരുപാട് പേരെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്.